ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പപ്പുട്ടാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മളൊരു കപ്പ എടുത്ത് ഇതുപോലെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളിത് എടുത്ത് വെച്ചിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നല്ലപോലെ കഴുകി പിഴിഞ്ഞെടുക്കണം. ഒരു 2-3 വെള്ളത്തിൽ നമ്മൾ കഴുകേണ്ടി വരും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മാവ് പോലുള്ളൊരു തരിതരിപ്പ് അവിടെ കാണും. അപ്പം നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. ഇതുപോലെ കഴുകി 2-3 വെള്ളത്തിൽ നമ്മൾ പിഴിഞ്ഞെടുക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു വെള്ള കളർ സംഭവമൊക്കെ മാറത്തുള്ളൂ. ഇപ്പം നമ്മൾ 3 വെള്ളത്തിൽ കഴുകി കഴിഞ്ഞു. അപ്പം പിഴിഞ്ഞ് വെച്ചപ്പോൾ ഉണ്ടയെല്ലാം ഇപ്പം ഉടച്ചു കൊടുക്കുവാണ്. ഇതിപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ നല്ലപോലെ കുഴച്ചെടുക്കണം. പുട്ടിനുള്ള മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കണം. കുറച്ച് വെള്ളം ചേർത്ത് കറക്റ്റ് പുട്ട് പരുവത്തിന് കുഴച്ചെടുക്കണം. നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ മരച്ചീനി തട്ടി കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളെല്ലാം ഒന്നിച്ച് തട്ടിയില്ല, കുറച്ച് കുറച്ച് വെച്ച് തട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച കപ്പ 1.5 കപ്പ് കപ്പയുണ്ടായിരുന്നു. നമുക്ക് 1 കപ്പ് മാവും 1.5 കപ്പ് കപ്പയും ഉണ്ടായിരുന്നു. നല്ലപോലെ കട്ടയൊന്നും ഇല്ലാണ്ട് ഉടച്ചെടുക്കണം. ഇനി നമ്മുടെ പുട്ടിൻ്റെ പരുവമായോ എന്ന് നോക്കാം. പുട്ടിൻ്റെ പരുവം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഉരുട്ടുമ്പോൾ നല്ല ബോള് പോലെ അത് ഉരുണ്ട് വരണം. എന്നിട്ട് നമ്മൾ പൊടിക്കുമ്പം തിരിച്ച് അതേ മാവ് പരുവത്തിൽ പൊടിയേയും വേണം. ഇതാണ് നമ്മൾ ഏതൊരു പുട്ടെടുക്കുമ്പോഴും അതിൻ്റെ പരുവം. അപ്പോൾ നമ്മുടെ മാവ് ഇപ്പോൾ കറക്റ്റ് പുട്ട് പോലെ ആയിട്ടുണ്ട്, പുട്ടിൻ്റെ പരുവം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. നമുക്കിനി പുട്ട് അവിക്കാം. ആദ്യം നമ്മൾ പുട്ടുകുറ്റിയിലേക്ക് കുറച്ച് തേങ്ങ വയ്ക്കുക. എന്നിട്ട് കുറച്ച് മാവ് ഇട്ട് കൊടുക്കുക. പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? മേളിലും കുറച്ച് തേങ്ങ വെച്ചിട്ട് അടയ്ക്കാം. നമ്മൾ 2 രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ചിരട്ടപ്പുട്ടിൻ്റെ ഇതിലും ഉണ്ടാക്കുന്നുണ്ട്, സാധാരണ പുട്ടുകുറ്റിയിലും ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിവിടെ ഇപ്പം കുക്കറിൽ വെള്ളം വച്ച് അതിനെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതുവഴി ആവി വരുന്നുണ്ട്. ഇനി വേണം നമ്മൾ ഇതിനെ എടുത്ത് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി ഇതിൽ നിന്ന് ആവി വരുന്നത് വരെ നമുക്കിതിനെ വേവിക്കണം. ഇതിൽ നിന്ന് ആവി വന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി വച്ചിക്കണം. അപ്പം നമ്മുടെ പുട്ടിപ്പോൾ ആവി വന്ന് തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ മതിയാവും, ഒരു 2-3 മിനിറ്റ് വച്ചാൽ മതി. ഇനി നമുക്കിതിനെ എടുക്കാം. നമുക്കത് പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കാം.
ഇനി നമുക്കൊരു സാധാരണ കുറ്റിയിലും കൂടെ പുട്ടുണ്ടാക്കി കാണിച്ചു തരാവേ. ആദ്യം കുറ്റിയിൽ ചില്ല് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങ വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് മാവ് നിറച്ച് കൊടുക്കാം. പിന്നെ പുട്ടുകുറ്റി വലുതാകുമ്പം പകുതി മാവ് നിറച്ചിട്ട് വീണ്ടും തേങ്ങ ഇട്ടിട്ട് വീണ്ടും മാവ് നിറയ്ക്കണം, അറിയാമല്ലോ അല്ലേ. ഇതിപ്പോൾ പകുതി ആയിട്ടുണ്ട്. തേങ്ങ നിറച്ച് വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. വീണ്ടും മാവ് ബാക്കി തട്ടി കൊടുക്കണം. നിറച്ച് പുട്ടുമാവ് വെച്ചിട്ട് നമുക്കിനി വീണ്ടും തേങ്ങ എടുത്ത് വെച്ച് കൊടുക്കാം. അടപ്പ് വെച്ചിട്ട് നമുക്ക് വീണ്ടും അതേ കുക്കറിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ പുട്ടുകുടത്തിൽ തന്നെ വെച്ചാലും മതി. ഇതും ഇതുപോലെ തന്നെ ആവി വന്നിട്ട് ഒരു 2 മിനിറ്റ് കൂടി വെച്ചിട്ട് എടുക്കാം നമുക്ക്. നമ്മുടെ പുട്ടിൽ ആവി വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് ഒരു 2-3 മിനിറ്റ് ആയി. നമ്മളിതാ എടുത്ത് അതിനെ നമുക്ക് കുത്തി ഇതിലേക്ക് ആക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, നമ്മുടെ കപ്പപ്പുട്ട് റെഡി. കണ്ടോ, വളരെ സോഫ്റ്റാണ് നമ്മുടെ പുട്ട്, നല്ല സോഫ്റ്റാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കപ്പ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കപ്പ ചേർക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്